നമസ്കാരം. ഒഡീഷയിലെ 3 ബുദ്ധവിഹാര കേന്ദ്രങ്ങളാണ് ഉദയഗിരി, രത്നഗിരി, ലളിതഗിരി എന്നിവ. ഈ 3 ബുദ്ധവിഹാര കേന്ദ്രങ്ങളുടെ ശേഖരത്തെയാണ് ഡയമണ്ട് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത്. ആദ്യം പോകുന്നത് ഉദയഗിരിയിലേക്കാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഉദയഗിരിയിലെ പ്രവേശന സമയം. ഇത് ഉദയഗിരിയിലെ സന്ദർശകർക്കുള്ള പാർക്കിംഗ് ഏരിയയാണ്. ഭുവനേശ്വറിൽ നിന്ന് 95 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് ഉദയഗിരി സ്ഥിതി ചെയ്യുന്നത്. ഉദയഗിരിയുടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശില്പമാണ്. വളരെ പുരാതനമെന്ന് തോന്നിക്കുന്ന ഈ ശില്പത്തിന്റെ പേര് പത്മപാണി അല്ലെങ്കിൽ അവലോകിതേശ്വര എന്നോ ആണ്. പച്ചപ്പുല്ലും മരങ്ങളും നിറഞ്ഞ വിശാലമായ മനോഹരമായൊരു പ്രദേശമാണിത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു മൺപാതയും ദൂരെയുള്ള ഒരു മലയുമാണ്. മുൻപോട്ട് നടക്കുമ്പോൾ സിംഹവാലൻ കുരങ്ങുകളുടെ ഒരു കൂട്ടത്തെയാണ് കണ്ടത്. ഓരോ മരത്തിലും 3-4 സിംഹവാലൻ കുരങ്ങുകളുണ്ട്. എന്നാൽ സന്ദർശകർക്ക് യാതൊരു ശല്യവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. നിരവധി സിംഹവാലൻ കുരങ്ങുകളുള്ളൊരു പ്രദേശമാണിത്. പിന്നീട് കാണാൻ സാധിക്കുന്നത് ഓപ്പൺ എയർ മ്യൂസിയം എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഖനനം ചെയ്തപ്പോൾ ലഭിച്ച കുറച്ച് ശില്പങ്ങൾ ചതുരാകൃതിയിൽ നിരത്തിവച്ചിരിക്കുന്നു. മിക്ക ശില്പങ്ങളുടെയും പല ഭാഗങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. കുറച്ച് ശില്പങ്ങൾ മറ്റെവിടേക്കോ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാ ശില്പങ്ങളും മനോഹരമായ കൊത്തുപണികളാൽ നിറഞ്ഞിരിക്കുന്നു. 1985-നും 2004-നും ഇടയിൽ നടന്ന ഖനനത്തിൽ 2 ആശ്രമങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. ഒന്നാമത്തെ ആശ്രമത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയാണിത്. 1987-ൽ ഖനനം ചെയ്തപ്പോൾ കണ്ടെത്തിയ മഹാസ്തൂപമാണിത്. ഈ സ്തൂപത്തിന് ഏകദേശം 5 മീറ്റർ ഉയരമുണ്ട്. ഈ മഹാസ്തൂപത്തിന്റെ 4 ഭാഗങ്ങളിലും ബുദ്ധന്റെ വ്യത്യസ്ത രൂപങ്ങൾ കാണാൻ സാധിക്കും. ഈ ശില്പങ്ങളുടെ പേരുകൾ യഥാക്രമം അക്ഷോഭയ, അമിതാഭ, അമോഘസിദ്ധി, രത്നസംഭവ എന്നിങ്ങനെയാണ്. ഈ സ്തൂപത്തിന്റെ പുറകിലാണ് ഉദയഗിരിയിലെ 1ാമത്തെ ആശ്രമം. ഈ മഹാസ്തൂപവും 1ാമത്തെ ആശ്രമവും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേര് മാധവപുര മഹാവിഹാര എന്നാണ്. 1ാമത്തെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാനാവുന്നത് നാശനഷ്ടം സംഭവിച്ച ആശ്രമത്തിന്റെ കെട്ടിട അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതാണ്. ഈ ആശ്രമത്തിന്റെ ഭൂരിഭാഗവും ചുവന്ന ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. AD 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ ആശ്രമം. ബുദ്ധപ്രതിമയുള്ള ഒരു ക്ഷേത്രം ഈ ആശ്രമത്തിലുണ്ട്. മനോഹരമായ കൊത്തുപണികളുള്ള വാതിലാണ് ക്ഷേത്രത്തിനുള്ളത്. ഭൂമി സ്പർശ മുദ്രയുള്ള ബുദ്ധനാണ് ക്ഷേത്രത്തിലേത്. ബുദ്ധപ്രതിമയുടെ ഇടതുഭാഗത്ത് കാണുന്ന ശില്പത്തിന്റെ പേര് മഞ്ജുശ്രീ എന്നും വലതുഭാഗത്ത് കാണുന്ന ശില്പത്തിന്റെ പേര് അവലോകിതേശ്വരൻ എന്നുമാണ്. ക്ഷേത്രത്തിന്റെ വാതിൽപ്പടിയിലെ കൊത്തുപണികളാണ് ഈ കാണുന്നത്. ഈ ആശ്രമത്തിന് ഒരു നടുമുറ്റവും നടുമുറ്റത്തിനു ചുറ്റും വരാന്തയും മുറികളുമുണ്ട്. ബുദ്ധ സന്യാസിമാരുടെ പഠനത്തിനും ധ്യാനത്തിനും വേണ്ടിയാണ് ഈ ആശ്രമങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒരു കുന്നിന്റെ താഴ്വാരത്താണ് ഉദയഗിരി സ്ഥിതി ചെയ്യുന്നത്. അത് ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു.
അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിനു ശേഷം ബുദ്ധമതം സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ശതവാഹനന്മാരുടെയും ഗുപ്തന്മാരുടെയും ഭരണത്തിൻ കീഴിൽ ബുദ്ധമതം കൂടുതൽ പ്രചരിച്ചു. മധ്യകാലഘട്ടത്തിൽ ബുദ്ധമതം ക്ഷയിച്ചതോടെ ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ പലതും നശിപ്പിക്കപ്പെട്ടു. പിന്നീട് ഭൗമകര രാജവംശത്തിന്റെ ഭരണകാലത്ത് ഒഡീഷയിൽ ബുദ്ധമതം വീണ്ടും ശക്തി പ്രാപിച്ചു. ഈ രാജവംശത്തിലെ ഭരണാധികാരികൾ ബുദ്ധമതത്തിന്റെ സംരക്ഷണത്തിനും ഇവിടെയുള്ള ബുദ്ധവിഹാരങ്ങൾ, ക്ഷേത്രങ്ങൾ, സ്തൂപങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും പ്രാധാന്യം നൽകി. ഭൗമകര രാജവംശം ഈ പ്രദേശം ഭരിച്ച 8-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടമാണ് ഈ ആശ്രമങ്ങളുടെ സുവർണ കാലഘട്ടമായി പറയുന്നത്. ഈ ചെമ്മൺ പാതയിലൂടെയാണ് രണ്ടാമത്തെ ആശ്രമത്തിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ ആശ്രമത്തേക്കാൾ വളരെ വലുതാണ് രണ്ടാമത്തെ ആശ്രമം. ഇവിടെ 2 കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന നിർമ്മിതികളും സ്തൂപങ്ങളും ആരാധനാലയങ്ങളും ശില്പങ്ങളും കാണാം. ഇവിടുത്തെ പ്രധാന ഖനനങ്ങൾ നടന്നത് 1997-നും 2000-നും ഇടയിലാണ്. 13 മുറികളാൽ ചുറ്റപ്പെട്ട നടുമുറ്റമുള്ള ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച 2 നിലകളിലുള്ള ആശ്രമമാണിത്. ഇവിടെ നിന്നും കണ്ടെത്തിയ ശില്പങ്ങളുടെ മുദ്രകൾ ഈ സ്ഥലം യഥാർത്ഥത്തിൽ സിംഹപ്രസ്ഥ മഹാവിഹാര എന്നറിയപ്പെട്ടിരുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓരോ മൂലയിലും ആശ്രമത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ദേവതകളെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മിക്ക നിർമ്മിതികളും 8-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ളവയാണ്. ഈ ആശ്രമത്തിലും ബുദ്ധശില്പമുള്ള ഒരു ക്ഷേത്രമുണ്ട്. ഒന്നാമത്തെ ആശ്രമത്തിന്റെ ക്ഷേത്രത്തിലുള്ള ബുദ്ധശില്പത്തിന്റേതിന് സമാനമായ ഭൂമിസ്പർശമുദ്രയുള്ള ബുദ്ധശില്പമാണ് ഈ ആശ്രമത്തിലെ ക്ഷേത്രത്തിലുമുള്ളത്. മേൽക്കൂര ഇല്ലാത്തതാണ് ഇവിടുത്തെ ക്ഷേത്രം. ഈ ശ്രീകോവിലിന്റെ കവാടം ആധുനിക നിർമ്മിതിയാണ്. ഒന്നാമത്തെ ആശ്രമത്തിലെ ക്ഷേത്രത്തിന്റെ വാതിലിന് സമാനമായ കൊത്തുപണികളുള്ള വാതിൽ ഇവിടെയും ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ പാറ്റ്ന മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. ഈ ആശ്രമത്തിന് താഴെയുള്ള നിരപ്പായ സ്ഥലത്ത് നാശനഷ്ടം സംഭവിച്ച സ്തൂപങ്ങളുടെ വലിയൊരു കൂട്ടം കാണാം. ഇടത്തരം വലുപ്പമുള്ള ചുറ്റുമതിലിനുള്ളിൽ ചെറുതും വലുതുമായ നിരവധി സ്തൂപങ്ങളുണ്ട്. ഇപ്പോഴും പൂജ നടക്കുന്ന ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. വലിയ വൃത്താകൃതിയിലുള്ള അടിത്തറയും ഏതാനും സ്തൂപങ്ങളും ഇവിടെ കാണാം. ചതുരാകൃതിയിലുള്ള ഒരു കിണർ ഇവിടെയുണ്ട്. ഈ കിണർ ഒരിക്കലും വറ്റിയിട്ടില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. 28 അടിയാണ് ഈ കിണറിന്റെ ആഴം. 31 പടികളുള്ളൊരു കിണറാണിത്. രണക വജ്രനാഗ ദാനം ചെയ്ത കിണർ എന്ന് താഴത്തെ പടിക്ക് സമീപം എഴുതി വച്ചിട്ടുണ്ട്. മുൻപെവിടെയും കണ്ടിട്ടില്ലാത്തതുപോലെ പ്രത്യേകതയുള്ളൊരു നിർമ്മിതിയാണ് ഈ കിണറിൻ്റേത്. ഡയമണ്ട് ട്രയാങ്കിളിലെ ഏറ്റവും ആകർഷണീയമായ ബുദ്ധവിഹാര കേന്ദ്രമാണ് ഉദയഗിരി. ഡയമണ്ട് ട്രയാങ്കിളിൽ ഏറ്റവും അധികം ഖനനവും പഠനവും നടന്നിരിക്കുന്നത് രത്നഗിരിയിൽ നിന്നാണ്. 1960കളിൽ ഖനനം ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ചതുരാകൃതിയിലുള്ള 2 ആശ്രമങ്ങളും നിരവധി സ്തൂപങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് AD 6 മുതൽ 12-ാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ളതാണ്. ഒരു കാലത്ത് ഒഡീഷയിലെ ബുദ്ധമതത്തിന്റെ അടിസ്ഥാന കേന്ദ്രമായിരുന്ന രത്നഗിരി ബുദ്ധമത പുരാവസ്തു കേന്ദ്രം ബ്രാഹ്മണി, ബിരുബ എന്നീ നദികൾക്കിടയിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. രത്നഗിരിയിലെത്തിയാൽ ആദ്യം കാണുന്നത് നിരയായി ക്രമീകരിച്ചിരിക്കുന്ന ചെറിയ സ്തൂപങ്ങളാണ്. ഈ സ്തൂപങ്ങളെ വോട്ടീവ് സ്തൂപ എന്നാണ് പറയുന്നത്.
രത്നഗിരി, ഉദയഗിരി, ലളിതഗിരി എന്നീ ബുദ്ധവിഹാര കേന്ദ്രങ്ങളെ ബുദ്ധ സന്യാസിമാരുടെ ആശ്രമമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ 2 ആശ്രമങ്ങളാണുള്ളത്. ഈ കേന്ദ്രത്തിലെ ഏറ്റവും വലുതും മികച്ചതുമായൊരു നിർമ്മിതിയാണ് ഒന്നാമത്തെ ആശ്രമം. 2 നിലകളുള്ള ഈ ആശ്രമം മുകളിലത്തെ നിലയ്ക്ക് നാശനഷ്ടം സംഭവിച്ച് താഴത്തെ നില മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. മനോഹരമായൊരു പ്രവേശന കവാടമാണ് ഈ ആശ്രമത്തിന്റേത്. വാതിൽപ്പടിയുടെ മുകൾ ഭാഗത്ത് ലക്ഷ്മി ദേവിയും താഴെ ഇരുഭാഗങ്ങളിലുമായി കാവൽ രൂപങ്ങളും കൊത്തിവച്ചിട്ടുണ്ട്. ഈ ആശ്രമത്തിൽ 24 മുറികളുണ്ട്. അവയുടെ വലുപ്പം 1-ൽ കൂടുതൽ സന്യാസിമാർ ഒരു മുറി ഉപയോഗിച്ചിരുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ ആശ്രമത്തിന്റെ മുറ്റത്തിന് വലിയ വരാന്തയുണ്ടായിരുന്നു. 5-ാം നൂറ്റാണ്ടു മുതൽ AD 12-ാം നൂറ്റാണ്ട് വരെയാണ് രത്നഗിരിയിൽ ബുദ്ധമതം അഭിവൃദ്ധി പ്രാപിച്ചത്. 12-ാം നൂറ്റാണ്ടിനു ശേഷം ഇവിടെ ബുദ്ധമതത്തിന്റെ മന്ദഗതിയിലുള്ള തകർച്ച 16-ാം നൂറ്റാണ്ടോടെ പൂർണ്ണമാവുകയും ചെയ്തു. 1960 വരെ രത്നഗിരിയെക്കുറിച്ച് വളരെ കുറച്ചേ അറിയപ്പെട്ടിരുന്നുള്ളൂ. ആശ്രമത്തിനകത്തുള്ളൊരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിനകത്തുള്ള മനോഹരമായി കൊത്തിയ ഏകദേശം 4 മീറ്റർ ഉയരമുള്ള ബുദ്ധശില്പമാണിത്. ഈ ശില്പത്തിന്റെ ഇരുവശത്തുമായി പത്മപാണി, വജ്രപാണി എന്നീ 2 ശില്പങ്ങളുണ്ട്. ഇവിടെ നിന്നും ലഭിച്ച ശില്പങ്ങളിൽ പലതും ഇന്ത്യയിലുടനീളമുള്ള മ്യൂസിയങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ നിരവധി പുരാവസ്തു ഖനനങ്ങൾ നടത്തിയിരുന്നു. ഇവിടുത്തെ ഒരു മുറി ജാലകങ്ങളില്ലാത്തതാണ്. അതുകൊണ്ട് ആ മുറി ആശ്രമത്തിന്റെ ഭണ്ഡാരമായി ഉപയോഗിച്ചിരുന്നു. ഈ കാണുന്നത് നാശനഷ്ടം സംഭവിച്ച ശില്പങ്ങളും മറ്റവശിഷ്ടങ്ങളും സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഈ ആശ്രമം 2 ഘട്ടങ്ങളിലായിട്ടാണ് നിർമ്മിച്ചത്. ആദ്യഘട്ടം 8-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 2-ാം ഘട്ടം 11-ാം നൂറ്റാണ്ടിലോ 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ ആണ്. ഈ കേന്ദ്രത്തിനോട് ചേർന്നുള്ള ഒരു മ്യൂസിയത്തിൽ ഇവിടെ നിന്നും ലഭിച്ച ശില്പങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആശ്രമത്തിന്റെ അടുത്ത് തന്നെയാണ് 2ാമത്തെ ആശ്രമവും നിർമ്മിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആശ്രമത്തെക്കാൾ ചെറുതും ഒറ്റ നിലയിൽ നിർമ്മിച്ചിട്ടുള്ളതുമാണ് 2ാമത്തെ ആശ്രമം. നടുമുറ്റവും ചുറ്റും വരാന്തയും ഈ ആശ്രമത്തിനുണ്ട്. 18 മുറികളാണ് ഈ ആശ്രമത്തിനുള്ളത്. ഒന്നാമത്തെ ആശ്രമത്തിലേതിന് സമാനമായ ഒരു ക്ഷേത്രം ഇവിടെയുമുണ്ട്. ഈ ക്ഷേത്രത്തിലുള്ളത് ശാക്യമുനിയുടെ ശില്പമാണ്. ഒരു കാലത്ത് രത്നഗിരി മഹായാന ബുദ്ധമതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ഇവിടെയുള്ള പല ശില്പങ്ങളും മഹായാന സ്വാധീനം സ്പഷ്ടമാക്കുന്നതാണ്. പിന്നീട് രത്നഗിരി വജ്രയാന എന്നറിയപ്പെടുന്ന ബുദ്ധമതത്തിന്റെ താന്ത്രിക രൂപത്തിന്റെ ജന്മസ്ഥലമായി മാറി. അതിന്റെ തെളിവുകൾ ഇവിടുത്തെ ശില്പങ്ങളിൽ കാണാം. രത്നങ്ങളുടെ കുന്ന് എന്നാണ് രത്നഗിരി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാര കേന്ദ്രങ്ങളിലൊന്നാണ് രത്നഗിരി. ലോകമെമ്പാടുമുള്ള ധാരാളം ബുദ്ധമത പണ്ഡിതന്മാർ രത്നഗിരിയിൽ പഠിക്കാനെത്തിയിരുന്നു. സ്ഥലങ്ങളുടെ ശാന്തത കാരണമായിരിക്കാം ഈ സ്ഥലം സന്യാസിമാരുടെ പഠനത്തിനും ആരാധനയ്ക്കുമായി തിരഞ്ഞെടുത്തത്. ഈ 2 ആശ്രമങ്ങൾക്ക് പുറമെ ചെറിയ 2 ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഈ സ്ഥലത്തെ ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. രത്നഗിരിയിൽ നിന്നും മൊത്തം 700-ലധികം കൊത്തുപണികളുള്ള സ്തൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന സ്തൂപം 9-ാം നൂറ്റാണ്ടിലേതാണ്. ഈ
സ്തൂപത്തിനു ചുറ്റും നിരവധി ചെറിയ സ്തൂപങ്ങൾ കാണാം. ഇവിടുത്തെ സ്തൂപങ്ങളിലധികവും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ്. അശോക ചക്രവർത്തിയായിരുന്നു ഇവിടെ ബുദ്ധമതം ആരംഭിച്ചത്. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിലാണ് ഈ നഗരം സ്ഥാപിക്കപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിലാണ് രത്നഗിരി സ്ഥിതി ചെയ്യുന്നത്. ഡയമണ്ട് ട്രയാങ്കിളിൽ ഏറ്റവും ആദ്യം ഖനനം ചെയ്ത ബുദ്ധവിഹാര കേന്ദ്രമാണ് ലളിതഗിരി. ഭുവനേശ്വറിൽ നിന്നും ലളിതഗിരിയിലേക്കുള്ള ദൂരം 85 കിലോമീറ്റർ ആണ്. ബിരൂപ നദിയുടെയും ചിത്രോത്പാല നദിയുടെയും താഴ്വരക്കിടയിലാണ് ലളിതഗിരി സ്ഥിതി ചെയ്യുന്നത്. ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിൽ ഒരു മഹാസ്തൂപവും 4 ആശ്രമങ്ങളും പുതുതായി നിർമ്മിച്ച ഒരു മ്യൂസിയവും ഉൾപ്പെടുന്നു. മഹാസ്തൂപം കണ്ടെടുത്തത് ഒരു കുന്നിന്റെ മുകളിൽ നിന്നാണ്. 1985-നും 1991-നും ഇടയിലുള്ള 7 വർഷം നീണ്ടുനിന്ന ഖനനത്തിൽ കണ്ടെത്തിയതാണ് ഈ മഹാസ്തൂപം. ഒഡീഷയിൽ കണ്ടെത്തിയ ആദ്യത്തെ ബുദ്ധനിർമ്മിതിയാണിത്. ഈ സ്തൂപത്തിനുള്ളിൽ നിന്നും കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടി കണ്ടെത്തി. ഈ കല്ല് പെട്ടിക്കുള്ളിൽ യഥാക്രമം സ്റ്റീറൈറ്റ്, വെള്ളി, സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ച മറ്റു 3 പെട്ടികളുണ്ടായിരുന്നു. ഒരു പെട്ടിക്കുള്ളിൽ മറ്റൊന്ന് എന്ന രീതിയിലാണ് ഈ പെട്ടികൾ കണ്ടെത്തിയത്. അവസാനം ലഭിച്ച സ്വർണം കൊണ്ട് നിർമ്മിച്ച പെട്ടിയിൽ ഒരു ചെറിയ അസ്ഥിയാണ് ഉണ്ടായിരുന്നത്. അത് ബുദ്ധന്റേതാണെന്ന് കരുതപ്പെടുന്നു. ഇത് 1-ാമത്തെ ആശ്രമത്തിലേക്കുള്ള വഴിയാണ്. ഈ ആശ്രമം 2 നിലകളുള്ള ഒരു നിർമ്മിതിയായിരുന്നു. ഇതാണ് ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിലെ ഏറ്റവും വലിയ ആശ്രമം. നടുമുറ്റമുള്ളൊരു ആശ്രമമാണിത്. ഈ ആശ്രമത്തിനോട് ചേർന്ന് പിൻഭാഗത്ത് മഴവെള്ള സംഭരണിയുണ്ട്. ഈ ആശ്രമത്തിൽ ക്ഷേത്രമോ ശില്പങ്ങളോ ഒന്നും തന്നെയില്ല. AD 10-11 നൂറ്റാണ്ടുകളിലാണ് ഈ ആശ്രമത്തിന്റെ നിർമ്മാണം നടന്നത്. ഡയമണ്ട് ട്രയാങ്കിളിൽ ഏറ്റവും വലിയ സ്തൂപം കണ്ടെടുത്തത് ലളിതഗിരിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ബുദ്ധവിഹാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പവിത്രമായ ബുദ്ധവിഹാര കേന്ദ്രം ലളിതഗിരിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതാണ് ലളിതഗിരിയിലെ 2-ാമത്തെ ആശ്രമം. ലളിതഗിരിയിൽ ബുദ്ധമതത്തിന് പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ ആശ്രമം. ഇവിടെ തകർന്ന ഭാഗങ്ങൾ പുതിയ ഇഷ്ടികകൾ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് 3-ാമത്തെ ആശ്രമം. ഈ ആശ്രമത്തിൽ ഒരു നടുമുറ്റവും ചുറ്റും 10 മുറികളുമുണ്ട്. ഓരോ മുറിക്കും ചുവരിൽ ഓരോ മാടം സജ്ജീകരിച്ചിരിക്കുന്നു. മറ്റ് ആശ്രമങ്ങളിൽ സാധാരണ കാണുന്നതുപോലെ ഈ ആശ്രമത്തിലും ഒരു ക്ഷേത്രമുണ്ട്. എന്നാൽ ക്ഷേത്രത്തിനകം ശൂന്യമാണ്. ലളിതഗിരിയിലെ മിക്കവാറും എല്ലാ ക്ഷേത്രത്തിന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇവിടെ നിന്നും കണ്ടെത്തിയ ശില്പങ്ങളിൽ ചിലത് ഇവിടുത്തെ മ്യൂസിയത്തിലേക്കും ബാക്കിയുള്ള ശില്പങ്ങൾ മറ്റെവിടേക്കോ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. ഇതാണ് 4-ാമത്തെ ആശ്രമം. ലളിതഗിരിയിൽ ചില ശില്പങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരേയൊരു സ്മാരകമാണ് 4-ാമത്തെ ആശ്രമം. ഈ ആശ്രമത്തിന് ഒരു നടുമുറ്റവും ചുറ്റും 12 മുറികളുമുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ആശ്രമത്തിന്റെ ക്ഷേത്രത്തിൽ വലിയൊരു ബുദ്ധപ്രതിമയുണ്ട്. എന്നാൽ പ്രതിമയുടെ മുകൾ ഭാഗം നഷ്ടപ്പെട്ട നിലയിലാണ്. ചൈത്യഗൃഹ സ്തൂപ സമുച്ചയം എന്നാണ് ഈ ആശ്രമത്തെ അറിയപ്പെടുന്നത്. ചൈത്യഗൃഹത്തിന്റെ മധ്യഭാഗത്ത് ഒരു വൃത്താകൃതിയിലുള്ള സ്തൂപത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ചൈത്യഗൃഹത്തിന് ചുറ്റും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ചെറിയ ശ്രീകോവിലുകൾ, ചെറുതും ഇടത്തരം വലുപ്പമുള്ളതുമായ സ്തൂപങ്ങൾ എന്നിവ കാണാം.
ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ ആശ്രമങ്ങളുടെയും സ്തൂപങ്ങളുടെയും വാസ്തുവിദ്യ സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ചില നിർമ്മിതികൾ AD 6-7 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതായിരിക്കാം എന്നതാണ്. ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിലെ ആകർഷണീയമായ ഒരു ഭാഗമാണ് ചൈത്യഗൃഹ സ്തൂപ സമുച്ചയം. ഇതാണ് ലളിതഗിരിയിലെ പുരാവസ്തു മ്യൂസിയം. 2018 നിർമ്മിച്ച മ്യൂസിയമാണിത്. ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച ശില്പങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ നന്നായി ചിട്ടപ്പെടുത്തിയ ഗാലറികളാണ് ഇവിടെയുള്ളത്. മഹാസ്തൂപത്തിൽ നിന്ന് കണ്ടെത്തിയ കല്ലുകൊണ്ട് നിർമ്മിച്ച പെട്ടിയും സ്റ്റീറൈറ്റ്, വെള്ളി, സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ച പെട്ടികളും ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നും കണ്ടെത്തിയ ശില്പങ്ങളിൽ ചിലതാണ്. ഒഡീഷയിലെ കട്ടക് ജില്ലയിലാണ് ഈ ബുദ്ധവിഹാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 1937 കേന്ദ്ര സർക്കാർ ഈ ബുദ്ധവിഹാര കേന്ദ്രം ഔദ്യോഗികമായി സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. ഒഡീഷയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ലളിതഗിരി.